ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നേരത്തെ ക്രിസ്മസിന്റെ വിഷിങ്ങൊക്കെ കിട്ടിയായിരുന്നല്ലോ അല്ലേ? നിലവിൽ ചില ആൾക്കാർ ക്രിസ്മസിനിടയ്ക്ക് മുങ്ങി തമ്മി അങ്ങനെ പോയിട്ടുണ്ടാവും അല്ലേ? പിന്നെ ചില ആൾക്കാരൊക്കെ അടുത്ത് രാജ്യങ്ങൾ തമ്മിൽ സമയത്തിന് വ്യത്യാസമുള്ളത് കൊണ്ട് അല്ലേ? എനിവേ, കർത്താവിന്റെ വലിയ കരുണയും കൃപയും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇന്ന് വ്യാഴാഴ്ച, ഇന്നലത്തെ പ്രാർത്ഥന എനിക്ക് ഇന്ന് നടത്താമെന്ന് നിങ്ങൾ വാക്ക് തന്നിട്ടുള്ളതാണല്ലോ. ഇന്നലെ നമ്മുടെ ക്രിസ്മസിന് സ്പെഷ്യൽ പ്രാർത്ഥനയായിരുന്നല്ലോ. ഒരു നന്മറും ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ ടോക്ക് കേൾക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ആ കുഞ്ഞ് ദൈവവിളി ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലായിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ അനൗൺസ് ചെയ്തൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാഴക്കുളത്ത് നമുക്ക് ടീൻസിന് വേണ്ടിയുള്ള ധ്യാനമുണ്ട്. ജനുവരി 1 മുതൽ 4 വരെയാണ്. 8, 9, 10 കുട്ടികൾ, സകലമാന കുട്ടികളും വാഴക്കുളത്തേക്ക് പോരാ കേട്ടോ. വിളിച്ചൊക്കെ ബുക്കൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ കാർഡ് ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഞാൻ 1-2 പ്രധാനപ്പെട്ട നിയമങ്ങൾ മനസ്സിൽ വെക്കാണ്. അതൊന്ന് ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ മർക്കോസ് ശേഷം 12-ാമത്തെ അധ്യായമാണ്. അതിന്റെ അവസാന ഭാഗം 34. അത് അങ്ങനെ ഒരു വചനമായിട്ട് അങ്ങനെ അതിന്റെ ഒരു ചോദ്യമല്ല, പാരഗ്രാഫ് മൊത്തം വായിച്ചാലേ ഒരു ഗുഡൻസ് കൂടി കിട്ടുള്ളൂ കേട്ടോ. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തെങ്കിലും ഒന്ന് അംഗീകരിക്കുമോ? നമ്മൾ ചിലപ്പോൾ കുടുംബത്തിലൊക്കെ അപ്പോഴേ അല്ലെ എങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നീ ഒന്ന് അംഗീകരിക്കുമോ? ഇതൊരു വിഷയമാണ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ എത്ര വർഷമായി കോളേജ് നോക്കിയാൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും നീ അംഗീകരിച്ചിട്ടുണ്ടോ? അത് വേറൊരു ചോദ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം അത് സത്യമാണെങ്കിൽ, അത് കൃപയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആണെങ്കിൽ അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കൃപയാണ്. ഇവിടെ ഈശോ സൂപ്പർ ഒരു വചനമാണ്. ഈശോ പറയുകയാണ്, അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. നല്ല വചനമല്ലേ? സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഉറക്കെ പറ. അതായത് സമൂഹത്തിൽ ഈശോ നന്നായിട്ട് ഉത്തരം പറയുന്നത് മനസ്സിലാക്കിയ ഒരു നിയമജ്ഞൻ വരികയാണ്. ആ നിയമജ്ഞൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിയമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? പക്ഷെ വളരെ കൃത്യമായിട്ട് മറുപടി പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അല്ലേ അങ്ങനെ സ്നേഹിക്കണം. എന്നിട്ട് പറയുകയാണ്, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പറഞ്ഞ നിയമജ്ഞൻ തിരിച്ചു മറുപടി, ഗുരു അങ്ങ് പറഞ്ഞു വളരെ ശരിയാണ്. കാരണം പിന്നെ പൂർണ്ണ ഹൃദയം പൂർണ്ണ ഇത് തന്നെ ഈശോ പറഞ്ഞ അതേ കാര്യം കുറച്ചുകൂടെ ഞങ്ങൾ വിശദീകരിച്ച് വിളയും കയറ്റി പറയുക. എന്നിട്ട് പറയുക, മറ്റാരേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കണം, അതിനുശേഷം സഹോദരങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കണം, അയൽക്കാരെ സ്നേഹിക്കണം. അതാണ് അതിന്റെ പൂർണ്ണത എന്ന് പറയാം. അത് അംഗീകരിക്കുക. ആ സമയത്ത് ഈശോ പറയുക, നീ ദൈവരാജ്യം എന്ന അകലെയല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്ന ഒരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പറയുന്ന മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്നതാ, അതൊരു ഒരു 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 വലിയൊരു ഒരു വചനം തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ വരികയാണ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ളവർ എന്താ പറയണത്, പിന്നെ ചന്ദ്രൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവരാജ്യത്തിലകലെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കരുത് കേട്ടോ. അങ്ങനെ ചിന്തിക്കുകയോ ചെയ്തേക്കരുത്. അതല്ല പറഞ്ഞു വരുന്നതിന് അർത്ഥം. പക്ഷെ കുടുംബത്തിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കുമ്പോൾ തന്നെ അത് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പലായനമാണ്. ദൈവരാജ്യത്തിലേക്ക് കുറച്ചുകൂടെ നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വചനബദ്ധിതമായ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ. ചില പറയുന്നത് ശരിക്കും ആത്മീയ കാര്യങ്ങൾ, വചനത്തിൻ്റെ കാര്യങ്ങൾ നാക്കാശികാന്ത് എതിർക്കുന്ന മനുഷ്യരുണ്ട്. എതിർത്തില്ലേലും ഇതൊക്കെ ഒന്ന് അംഗീകരിച്ചാൽ തന്നെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ഇച്ചിലൂടെ അങ്ങോട്ട് മുന്നോട്ട് വരികയാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ഇനി അതിൻ്റെ ശരിക്കും ഒറിജിനൽ ഒരു കാര്യത്തിലേക്ക് വെച്ച് വരുമ്പോൾ നിങ്ങളൊരു ലൈഫിൻ്റെ, ഞാൻ എന്നിട്ട് ബ്രദറിനോട് സംസാരിച്ചപ്പോൾ ബ്രദറോട് പറഞ്ഞ കാര്യം പറഞ്ഞു. പുള്ളി ലൈഫിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള ഒരു കാര്യം എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഒരു ആത്മശോധനയ്ക്ക് ദൈവവുമായിട്ടുള്ള കാര്യങ്ങളും സഹോദരങ്ങളുമായുള്ള കാര്യങ്ങൾ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹോൾ ലൈഫിലെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു എല്ലാ ദിവസവും ശരിക്കും എല്ലാത്തിലുപരി ഇന്നത്തെ ദിവസം എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ അല്ലേ? അതേപോലെ സഹോദരങ്ങൾ അതുപോലെ എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ അല്ലേ? അങ്ങനെ വെച്ചാൽ നമ്മൾ ദൈവരാജ്യത്ത് അകലെ അല്ല, അതൊരു ദൈവരാജ്യത്തിൽ തന്നെയായി. മനസ്സിലാകുന്നുണ്ടോ? കാരണം എല്ലാ നിയമങ്ങളും വചനങ്ങളും എല്ലാം ഇതിനകത്താണ് അടങ്ങിയിരിക്കുന്നത്.
ഞാൻ അതിനകത്ത് ഇങ്ങനെ പല ആംഗിളിൽ നിന്നാണ് പറഞ്ഞത്. പല ആംഗിൾ എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങോട്ട് തൊടും. അതിന് വേണ്ടിയിട്ടാണ് പല ആംഗിൾ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്ന് അംഗീകരിക്കാനുള്ള കിട്ടുന്നത്, ചില ആൾക്കാർക്ക് ഈ 2 വചനം കീപ്പ് ചെയ്യാനുള്ള കൃപയായിരിക്കും കിട്ടുന്നത്. പല രീതിയിലുള്ള ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി. ദൈവം അനുഗ്രഹിച്ച നാളെ കാണാം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നന്നായിട്ട് ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് ഇവരെ ശല്യം ചെയ്യുന്ന എല്ലാ പൈശാചികതകളും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, നിത്യാജ്ഞയിലേക്ക് ബന്ധിക്കുന്നു. തടസ്സങ്ങളെല്ലാം യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങൾ ഒരുപാട് താങ്ങട്ടെ. കർത്താവ് ക്രിസ്മസിനെടുത്തിരിക്കുന്ന നല്ല പ്രതിജ്ഞകളൊക്കെ മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ കൃപയുടെ കടാക്ഷം ഉണ്ടാകട്ടെ. കർത്താവ് കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ആശീർവദിക്കുന്ന കർത്താവ്. നിങ്ങളുടെ ഉദ്യമങ്ങളും നിങ്ങളുടെ യാത്രകളും എല്ലാം കൃപയാവാൻ, നിങ്ങളുടെ ചിന്തകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവ്. ഈ വചനം ജീവിക്കാനുള്ള കൃപ നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ കർത്താവ്. പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി ആശീർവാദം സ്വീകരിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കുകയാണ് കർത്താവ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.